ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനഘോഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 1:4 നാം ഇങ്ങനെ വായിക്കുന്നു: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അനുദിനം പിന്തുടരുകയാണ്. അവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ ഇരിക്കുന്നു എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? അവിടുത്തെ തിരുസന്നിധിയിൽ വിശുദ്ധരായി നിഷ്കളങ്കരായി ജീവിപ്പാൻ ആണ് ദൈവം നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്ര ദൈവഹിതം അനുസരിച്ച് മുൻപോട്ട് പോയാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മോടൊപ്പം ജീവിത അനുഭവങ്ങൾ പങ്കിടാൻ കടന്നു വന്നിരിക്കുന്നത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ രാജ്യാന്തര വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന റവറൻ ഡോക്ടർ ബേബി വർഗീസ് അവറുകളാണ്. ആഫ്രിക്കൻ മിഷണറിയായും ലോകമെങ്ങും കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷ്യം വഹിക്കുന്ന ഈ അനുഗ്രഹീത കർത്തൃദാസൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് പ്രാർത്ഥനാപൂർവം യാത്ര ചെയ്യാം. പെന്തക്കോസ്ത് സമൂഹത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഇന്ന് ലോകമെമ്പാടും 7000-ലധികം സഭകൾ ഉണ്ട്. ആ സഭയുടെ രാജ്യാന്തര വൈസ് പ്രസിഡൻ്റായി അങ്ങ് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർമാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ അങ്ങയുടെ ലളിതമാർന്ന ജീവിതശൈലിയും സ്നേഹപൂർവമായ ദൈവദാസന്മാരുള്ള താഴ്മയോടെയുള്ള ഇടപെടലും വിശ്വാസ സമൂഹത്തിനും ദൈവദാസന്മാർക്കും ഏറെ സന്തുഷ്ടി പരത്തുന്നുണ്ട്. ഈ സ്ഥാനത്തേക്ക് വരാനുള്ള ദൈവനിയോഗം എന്തായിരുന്നു ഒന്ന് പറയാമോ? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏറ്റവും ഉന്നതമായ ഒരു നിലയിലേക്ക് 21-ാം നൂറ്റാണ്ടിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. ഈ കാലയളവിലേക്ക് ആത്മീയം ഒട്ടും തന്നെ ചോർന്നു പോകാതെ ആത്മീയം നിലനിർത്തി ഈ പ്രസ്ഥാനം നല്ല നിലയിൽ വരേണ്ടതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. അനേക പ്രവചനങ്ങൾ അനേക ദൈവദാസന്മാരിൽ കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. പത്തിച്ചിറ യോനാച്ചാൻ മുതൽ ഇങ്ങോട്ട് ഒട്ടനവധി പേരിൽ നിന്ന്, വാര്യാപുരം യോനാച്ചാൻ, ഒട്ടനവധി പേരിൽ നിന്ന് ദൈവദാസന്മാരിൽ നിന്ന് പ്രവചനം ഉണ്ടായിട്ടുണ്ട്. നേതൃത്വത്തിൽ വരുമെന്ന് അന്നെങ്ങും ഞാൻ താല്പര്യപ്പെട്ടിട്ടിരുന്നില്ല. സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. നോർത്ത് ഇന്ത്യയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും മെക്സിക്കോ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇംഗ്ലണ്ടിൽ ഒക്കെ പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം എൻ്റെ ഹൃദയത്തിൽ വന്നു. അത് ദൈവം എന്നെ ഉപയോഗിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയപ്പം അനേക ആയിരങ്ങൾ കർത്താവിൻ്റെ സന്തോഷമായി സ്വീകരിച്ച് മുമ്പോട്ട് വരുന്നതും യേശുക്രിസ്തുവിൽ കൂടെയുള്ള അത്ഭുതങ്ങൾ നേരിൽ കാണുവാൻ, അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അനേക സന്ദർഭങ്ങളിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ നമുക്കൊരു വോയിസ് വേണമെങ്കിൽ ഒരു സ്ഥാനം വേണം. ഇല്ലെങ്കിൽ നമ്മുടെ വോയിസിന് യാതൊരു സ്ഥാനവുമില്ല. കടന്നു വന്നു, പ്രാർത്ഥിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തീരുമാനമെടുത്തത്. വന്നു, എനിക്ക് ഒപ്പം 1-2 പേരും കൂടെ എതിർ സ്ഥാനാർത്ഥികളായി നിന്നെങ്കിലും കർത്താവ് എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നു. ഇതൊരു ദൈവഹിതം മാത്രമാണ്, ദൈവനീതി മാത്രമാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ആ ജോലിയിലൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവം എന്നെ ആക്കി വെച്ച ഏത് പ്രസ്ഥാനത്തിലും ഒരു തൂപ്പുജോലിയാണെങ്കിലും അതിൽ വിശ്വസ്തത പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇന്നയോളം അത് ദൈവം എന്നെ ആക്കി വെച്ച സമയം മുതൽ ഇതുവരെ ഒരു കൗൺസിൽ മീറ്റിങ്ങും മുടക്കാതെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ ചെലവഴിച്ച് എന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ കർത്താവ് എന്നെ വൈസ് പ്രസിഡൻ്റ് ആക്കുന്നിടം വരെ വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നു. പക്ഷേ ലോകം അറിഞ്ഞിട്ടില്ല, ലോകത്തിന് മനസ്സിലായിട്ടില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായിട്ടില്ല. എന്നാൽ കർത്താവ് എന്നെ ഉപയോഗിച്ചു. എന്നല്ലാതെ എൻ്റെ മിടുക്കോ കഴിവോ ഒന്നും പറയാനില്ല. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും. ദൈവദാസൻ മുമ്പേ സൂചിപ്പിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗമാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ
നിയോഗമുണ്ടെങ്കിൽ മാത്രമേ യോസഫിനെ പടിപടിയായി രാജസ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കഴിയത്തുള്ളൂ. തീർച്ചയായും എങ്ങനെയാണ് ആഫ്രിക്കൻ മിഷനറി ആകാനും ആഫ്രിക്ക ലക്ഷ്യമിട്ട് മറ്റു വലിയ പ്രതിഫലങ്ങളൊന്നും കിട്ടാത്ത ആഫ്രിക്കയിൽ കഠിനമായി കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന ആളുകളിടയിൽ സുവിശേഷത്തിൻ്റെ വിത്തുപാകാനും അവിടെയുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവിടെയുള്ള ദരിദ്രരായ ആളുകൾക്ക് സംരക്ഷണമേകാനുമുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തത്? അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വെർജീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ആ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആഫ്രിക്കക്കാരനായ ഒരു മിഷണറി ആ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ വലിയ അത്ഭുതം ആ മീറ്റിങ്ങിൽ നടന്നു. ഓൾട്ടർ കോൾ സമയത്ത് അനേക രോഗികളെ സൗഖ്യമായി. ഈ ആഫ്രിക്കൻ മിനിസ്ട്രിക്ക് എന്നെ അങ്ങ് താല്പര്യപ്പെട്ടു. അലക്സ് മത്തുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഉഗാണ്ടയിൽ നേരത്തെ ഉഗാണ്ടൻ ഗവൺമെൻറ്റിലൊക്കെ ഇഡിയാമിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പിന്നെ മാനസാന്തരപ്പെട്ട് വന്നത്. എന്നെ ആഹ്വാനം ചെയ്തു, പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മച്ചി ഉൾപ്പെടെ പോകുന്നതിന് അല്പം താല്പര്യക്കുറവ് പറഞ്ഞു. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഞാൻ പോയി. അന്ന് ആ രാജ്യത്തെ 60% പേർ എയ്ഡ് രോഗത്താൽ ബാധിതരാണ്, കോളേജുകളിലുമല്ല. ഈ പ്രിയപ്പെട്ടവൻ അവിടെ വലിയൊരു ക്രൂസൈഡ് അവിടുത്തെ ഏറ്റവും വലിയ കോളേജിൽ കമ്പാല എന്ന് പറയുന്ന സ്ഥലത്ത് ക്രമീകരിച്ചു. ഏകദേശം 25,000-നും 35,000-നും ഇടയ്ക്ക് ആൾക്കാർ ആ ക്രൂസൈഡിന് കൂടി. ഉഗാണ്ടൻ പ്രസിഡൻറ്റ് ആ മീറ്റിങ്ങിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നു. അന്ന് അവിടുത്തെ മീറ്റിംഗ് വളരെ ശക്തമായി നടന്നു. ആ 100 കണക്കിന് ആൾക്കാർ മുമ്പോട്ട് വന്നു. അവരുടെ കൊന്തമാലയും അവരുടെ ജപിക്കുന്ന ബുക്കുകളും ഒക്കെ സ്റ്റേജിൻ്റെ താഴെ എറിഞ്ഞ് ഞങ്ങൾ തീ കത്തിച്ചെന്ന് രാത്രി അങ്ങനെ മുമ്പോട്ട് വന്നു. അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ജനത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ ചാക്കിനകത്ത് കെട്ടിയാണ് എയ്ഡ് രോഗം വന്നവരെ കുഴിച്ചിട്ടിട്ട് ആ വീടുകളൊക്കെ കത്തിച്ച് കളയും. എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. 15 കുഞ്ഞുങ്ങളെ 3 ഭവനങ്ങളിലാക്കി അവരെ ടേക്ക് കെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെല്ലാം ഇൻഫെക്റ്റഡ് വിത്ത് എയ്ഡ് രോഗത്താൽ ബാധിതരാണ്. 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അങ്ങൊരു കെയർ യൂണിറ്റ് അല്ല, പഠിപ്പിക്കാനോ മറ്റൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നു. 15 കുഞ്ഞുങ്ങളെ, ഇന്ന് എനിക്ക് 15 ഉണ്ടെങ്കിൽ അടുത്ത വർഷം അത് 11 മാറും, പിന്നെ 4 പേരെ എടുക്കും. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്തു. അതെൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമാണ് അതിന് ഹെൽപ്പ് ചെയ്തത്. 100 കണക്കിന് 1000 കടന്നു വരും, സുവിശേഷം കേൾക്കും, സന്തോഷത്തോടെ സ്വീകരിക്കും, സന്തോഷത്തോടെ വീട്ടിൽ വാഴിക്കും. അതാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനാക്കി. ശരിക്കും ഈ രക്ഷയിലേക്ക് ദേവദാസൻ വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഞാനൊരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ പിതാവ് കർത്താവിനെ സ്വന്തരക്ഷനായി സ്വീകരിക്കാനൊരു സാവകാശം ഉണ്ടായി. എൻ്റെ 3ാമത്തെ അനുജൻ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായിരുന്നു അതിൻ്റെ വിഷയം. അന്ന് പെന്തക്കോസ്തുകാർക്ക് ഞാനെതിരായി, എൻ്റെ അപ്പച്ചന് ഞാനെതിരായി, തിരുമേനിയെ വരെ കൊണ്ടുവന്ന് എൻ്റെ അപ്പച്ചനെതിരായി മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി 11 ദിവസം, 15 ദിവസം, 21 ദിവസമൊക്കെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും അന്നുണ്ടായിരുന്ന ദൈവമക്കളും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കർത്താവിനെ കണ്ടു, കർത്താവിനെ പിടിച്ചു എന്നല്ല എനിക്ക് പറയാനില്ല. ദൈവമക്കളുടെ പ്രാർത്ഥന സമയത്ത് ദൈവം എന്നെ കണ്ടുപിടിച്ചു. അന്ന് ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്നും ദൈവത്തെ സ്വന്തരക്ഷയായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അന്ന് എനിക്ക് കുരുവിക്കോടുണ്ട്, കൃതാവുണ്ട്, മീശയുണ്ട്, എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു കാലയളവ്. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു ബുധനാഴ്ച രാത്രി, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ അവിടെ കണ്ടിന്യൂസ് പ്രാർത്ഥന നടന്നു. വെള്ളിയാഴ്ച ഞാൻ അഭിഷേകം പ്രാപിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ സൺഡേ ഞാൻ സ്നാനപ്പെട്ടു. സൺഡേ എൻ്റെ കൂടെ 2 പേരോട് സ്നാനപ്പെട്ടു. അന്ന് ഞങ്ങളുടെ ദേശത്തെ ആൾക്കാരെല്ലാം ഇളകി, കല്ലേറുണ്ടായി. ഞങ്ങളുടെ ഓടൊക്കെ എറിഞ്ഞു പൊടിച്ചു. അവിടെ ആരാധന നടത്തിയില്ല. ഞങ്ങളുടെ ഒരു മുറിയിലാണ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. വലിയ ബുദ്ധിമുട്ടുണ്ടായി. അന്ന് വൈകിട്ട് മുതൽ ഞങ്ങളുടെ മുക്കിന് പരസ്യമാകാൻ തുടങ്ങി. അതറിഞ്ഞ് പരേതനായ പാസ്റ്റർ KJ ശാമുവേൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു. അന്ന് സെൻട്രൽ പാസ്റ്റർ അദ്ദേഹം. കുമ്മനാട്ട് വെക്കേഷൻ ബൈബിൾ സ്കൂൾ നടക്കുക. അന്ന് 2 ആഴ്ചയുടെ ഉള്ളൂ. എന്നെ അവിടുന്ന് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിച്ച് 2 ആഴ്ച കുമ്പനാട്ട് ഞാൻ പഠിച്ചു. അതിനമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. അതിനെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ജോലിക്ക് കടന്നുപോയി. എന്നാൽ ആ സൺഡേയിൽ, ജനുവരിയിലെ കുമ്പനാട് കൺവെൻഷന്
മീറ്റിംഗ് നടക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷകരെ വിളിച്ചു ആഹ്വാനം ചെയ്തു. അങ്ങനെയാണോ ഈ സുവിശേഷ വയലിലേക്ക് ഇറങ്ങാനുണ്ട്? അതായത് കഥായം പറയുന്നത്. ആ ആഹ്വാനം വന്നപ്പോൾ എന്തെന്നറിയില്ല, എങ്ങനെന്നറിയില്ല, ഞാൻ ചാടിയങ്ങ് എഴുന്നേറ്റു, എന്നെ തന്നെ സമർപ്പിച്ചു. അതിനുശേഷമാണ് കുമ്മനാട്ട് ബോയ്സ് സ്കൂളിൽ വന്ന് പഠിക്കാനും നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി സുവിശേഷം അറിയിപ്പാനും. നോർത്ത് ഇന്ത്യയിലായിരുന്നു ഞാൻ ഏറിയ കാലം. അവിടുന്ന് കേരളത്തിൽ വന്ന് അതിനുശേഷം അമേരിക്കയിൽ ദൈവനം പഠിക്കാനാണ് കടന്നുപോയി. ശരിക്കും അമേരിക്കയിലെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? സഭയുടെ ചാർജ് ഉണ്ടോ? എവിടെയാണ്? അവിടെ എന്തുമാത്രം ആളുകൾ കൂടുന്ന സഭയാണ്? 200-ലധികം മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവിടെ ആരാധിപ്പാനുണ്ട്. 10-70 കുഞ്ഞുങ്ങളുണ്ട്. 10 സൺഡേ സ്കൂൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. 3 പേരെയും കൊണ്ട് 82-ൽ തുടങ്ങിയ ചർച്ച. അത് ഞാൻ എവിടെയൊക്കെ താമസിച്ചു, ന്യൂയോർക്കിൽ താമസിച്ചപ്പോൾ അവിടെയും 2 ഞങ്ങൾ ദൈവദാസന്മാർ ചേർന്ന്, ഞാൻ എസ് സി ജോർജൊക്കെ കൂടെ ചേർന്ന് കൂടിവരവ് ആരംഭിച്ചു. അത് വലിയ ചർച്ചയായി മാറി. യോങ്കേഴ്സിൽ മാറിയപ്പോൾ അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് ഡാളസിൽ വന്നപ്പം ആദ്യമേ തുടങ്ങി. പിന്നെ അവിടുന്ന് മാറി ഇംഗ്ലീഷ് ചർച്ചിൽ കുറേ നാൾ അസോസിയേറ്റ് പാസ്റ്ററായിട്ട്. അതിന് ശേഷമാണ് ഇപ്പോഴത്തെ ചർച്ച തുടങ്ങിയത്. 82 മുതൽ ഇന്ന് വരെ ആ ചർച്ചിലെ പാസ്റ്ററാണ്. ഇപ്പം ഞാൻ സീനിയർ പാസ്റ്റർ എന്നേ ഉള്ളൂ, വല്ലപ്പോഴേ ഉള്ളൂ ഞാനവിടെ. ഈ വേച്ചാൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ചെയ്ത ഒരു അത്ഭുതം എന്ന് പറയാമോ? ഒട്ടനവധി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. 2 എണ്ണം ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കാം. കുമ്മനാട്ട പഠിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. ഞാൻ മരിച്ചു പോകും എന്ന് കണ്ടു. അന്ന് മരുന്ന് ഉപയോഗിക്കുന്ന കാലയളവല്ല. സാറപ്പച്ചൻ കുമ്മനാട്ട് പഠിക്കുന്ന ഒരു കൊച്ചനെ വീട്ടിൽ വിട്ട്, വീട്ടിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് ഒരു ശവം കൊണ്ടുവന്ന പോലെ എന്നെ കൊണ്ടുപോയി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 8-9 ദിവസം ആ നിലയിൽ ഞാൻ കടന്നു, അബോധാവസ്ഥയിൽ. കുമ്മനാട്ട് നിന്ന് എല്ലാ അധ്യാപകരും വന്ന് പ്രാർത്ഥിച്ചു. പൊടിക്കുഞ്ചാനുൾപ്പെടെ അച്ഛനുൾപ്പെടെ സകലരും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ദൈവമക്കൾ ഉപസിച്ച് പ്രാർത്ഥിച്ചു. നാട്ടുകാരിറങ്ങി എന്നെ രാജു കുട്ടൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. രാജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പെന്തക്കോസ് ഹോള് തീ വെക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പ തീരുമാനിച്ച് എന്ത് സംഭവിച്ചാലും അവനെ മരുന്ന് ചെയ്യുകയില്ല, പ്രാർത്ഥിക്കാൻ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കൾ 600 സഭയിലുള്ള എല്ലാവരും. അത്ഭുതമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു, സൗഖ്യം തന്നു, ഒരു മരുന്നും ചെയ്യാതെ. ഒരു പ്രത്യേക ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ വ്യക്തിയിലുള്ള ദുഷ്ടാത്മാവിനെ എൻ്റെ അകത്തെ ആത്മാവ് തിരിച്ചറിഞ്ഞ് ചാടി എഴുന്നേറ്റ് അതിനെ ശാസിച്ചാണ് ഞാൻ സൗഖ്യമാകുന്നത്. അങ്ങനെയാണ് എനിക്കൊരു രോഗസൗഖ്യമുണ്ടായി. മറ്റൊന്ന്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു സഹോദരനും കൂടെ ഒരു കൺവെൻഷന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ 18 വീലർ ട്രക്ക് എന്ന് പറയും, വലിയ ഒരു ലോറി ഞങ്ങളുടെ വാഹനത്തെ ഇടിച്ചിടിച്ച് അകത്ത് വരെ കൊണ്ട് കയറ്റി ഞങ്ങളെ ഇടിച്ച് നശിപ്പിക്കുവാൻ പോയപ്പോൾ 2 കൈയും പൊക്കി, കർത്താവേ, കർത്തസന്നിധിയിലേക്ക് ഞങ്ങൾ 2 പേരും പ്രവേശിച്ച് സ്റ്റിയറിങ്ങെ പിടിക്കാതിരുന്നപ്പോൾ എങ്ങനെ കർത്താവ് വിടുവിച്ചെന്നറിയില്ല. അത് അങ്ങനെ അത്ഭുതമായി ദൈവം വിടുവിച്ച 1-2 സംഭവങ്ങൾ മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. ഒട്ടനവധിയുണ്ട്. ശുശ്രൂഷയിൽ, ബേച്ചാൻ്റെ ശുശ്രൂഷയിൽ നടന്നിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളും അത്ഭുതങ്ങളും അനുഭവങ്ങളും ഒന്ന് പങ്കിടാവോ? മെക്സിക്കോയിലും ആഫ്രിക്കയിലും ഞാൻ കടന്നു എന്ന സന്ദർഭങ്ങളിൽ, ഈവൻ അമേരിക്കയിലും നോർത്ത് ഇന്ത്യയിലും സംഭവിച്ചിട്ടുണ്ട്. അത്ഭുത വിടുതൽ നേരിൽ മാരകമായ രോഗം വിട്ടുപോകുന്നത് കണ്ടു. മുഴ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമങ്ങി പോകുന്നത് ഞാൻ ദൃക്സാക്ഷിയായി കണ്ടു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ. അതെന്നെ വീണ്ടും വീണ്ടും മുമ്പോട്ട് പോകുവാനും എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുവാനും എളിമപ്പെടുത്തുവാനും ബേബിയോറീസിനൊരു കഴിവുമില്ല. ഒരു കുഴലായി ദൈവം ഉപയോഗിക്കുന്ന ഒന്നേ ഉള്ളൂ എന്ന് വാസ്തവമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും കുടുംബത്തിൽ സാക്ഷ്യം വഹിച്ച്, കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യം വഹിച്ച്, എൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യം വഹിച്ച് ഇന്ന് വരെ ജീവിപ്പാൻ ഒരു ഭാഗ്യം ദൈവം. ശരിക്കും തിരക്കുകളുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനാണ് പാസ്റ്റർ ബേവറീസ്. പക്ഷേ വളരെ തിരക്കുകളുടെ നടുവിലും കുടുംബത്തോടൊപ്പം, കുഞ്ഞുങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കും വേദപുസ്തക വായനയ്ക്കും ദൈവസന്നിധിയിൽ കരയാനും നിലവിളിക്കാനും ഒക്കെ സമയം ലഭിക്കാറുണ്ടോ, കണ്ടെത്താറുണ്ടോ? ഇഷ്ടം പോലെ. ഒരു ദിവസം പോലും രാവിലെ 1 മണിക്കൂർ പ്രാർത്ഥിക്കാതെ കൺവെൻഷനുകളിൽ പോകുന്ന സന്ദർഭങ്ങളിലൊഴിച്ച് ഞാൻ പ്രഭാതത്തെ വീക്ഷിക്കാറില്ല. വൈകിട്ടും കുറഞ്ഞ പക്ഷം അരമണിക്കൂറെങ്കിലും ഇത് പേഴ്സണൽ പ്രേയറിൻ്റെ കാര്യമാണ്, പ്രാർത്ഥിക്കാതെ ഞാൻ കിടക്കാറില്ല. ഇന്ന് വരെ ദൈവവചനം എന്നും വായിച്ച് ധ്യാനിക്കാതെ ഞാൻ മുമ്പോട്ട് പോകാറില്ല. അത് കൺവെൻഷനുകളിൽ പോയാലും.
എനിക്ക് 3 മക്കളെയാണ് ദൈവം തന്നു, 2 പെണ്ണുവരാണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മൂത്ത മോള് ഡോക്ടറാണ്, അവിടെ ഹസ്ബൻഡ് എൻജിനീയറാണ്, നാൻസി എന്നും എബി മോനും, അവൾക്കൊരു മോന് ലൂക്കോസ് ഉണ്ട്. രണ്ടാമത്തെ മോള് ബെറ്റ്സി, അവൾ കാർഡിയോളജിസ്റ്റാണ്, അവിടെ ഹസ്ബൻഡ് സൈക്കാട്രിസ്റ്റാണ്, 2 ഡോക്ടേഴ്സാണ്. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ആ മക്കളുണ്ട്, പ്രസ്നും ഈത്തനും. മൂന്നാമത്തെ എൻ്റെ ഒരു മോനേ ഉള്ളൂ, ജെയ്സന്, അവനും ഡോക്ടറാണ്, അവൻ ഫാമിലി ഡോക്ടറാണ്. അവൻ്റെ വൈഫ് ഫാർമസി ഡോക്ടറാണ്, അവനൊരു മോള് കേരള. എന്നാൽ എൻ്റെ മോൻ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ USMLE ഫസ്റ്റ് സ്റ്റേറ്റ് ബോർഡ് പാസ്സായി കഴിഞ്ഞ് പ്രത്യേക ദൈവ നടത്തിപ്പവനുണ്ടായി. മെഡിസിൻ പഠിക്കുന്ന റിസൈൻ ചെയ്തിട്ട് ബൈബിൾ പഠിക്കാൻ പോയി. ബൈബിളിൻ്റെ മാസ്റ്റർ ഡിവിനിറ്റിയും പിതാവിൻ്റെ പാത സ്വീകരിക്കാനായിട്ട് ഡോക്ടറേറ്റും എടുത്തു. ഞങ്ങളെല്ലാം അതിന് നിരുത്സാഹപ്പെടുത്തിയിട്ടും അവൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഒരു ഓർഡൈൻ മിനിസ്റ്ററും കൂടെയാണ്. എവിടെയാണ്? അമേരിക്കയിൽ എവിടെ? ഇപ്പം അറ്റ്ലാന്റ ഏരിയയിലാണ് ഇപ്പം. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ, മെഡിസിൻ പഠിച്ചവൻ ഇറങ്ങി വന്നപ്പോൾ എന്തോ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചു. അവർക്ക് ദൈവ വെളിപ്പാടിനെ കുറിച്ച് മനസ്സിലായില്ല. അവൻ ഞങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അവൻ എനിക്ക് കോടിക്കണക്കിന് രൂപ തരുന്നതിൽ